സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. അന്തിമ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. നാളെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം. സംസ്കാരം ആലുവയിലെ വീട്ടുവളപ്പിൽ. കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഇരട്ടത്താപ്പ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ ലീഗ് സ്വാഗതം ചെയ്തതായി പാർലമെന്ററി രേഖകൾ. ലീഗ് അനുകൂല നിലപാട് സ്വീകരിച്ചത് 2015 പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ. പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് കൈരളി ന്യൂസിന്. ബെയ്റൂട്ടിലെ മൊസാദ് പേജർ ഭീകരാക്രമണത്തിൽ അന്വേഷണം മലയാളിയുടെ കമ്പനിയിലേക്കും. ഹിസ്ബുള്ളയ്ക്ക് ഹംഗറിയിൽ നിന്ന് പേജറുകൾ വാങ്ങാൻ പണം കൈമാറിയത് മലയാളി റിൻസൺ ജോസിന്റെ ബൾഗേറിയയിലെ കമ്പനിയെന്ന സംശയം. റിൻസനെ ചതിച്ചതാണെന്ന് ബന്ധുക്കൾ. വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടുണ്ടെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവന അടിസ്ഥാനരഹിതമെന്ന് കണക്കുകൾ. കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്രം തെലങ്കാനയ്ക്കും ആന്ധ്രയ്ക്കും ത്രിപുരയ്ക്കും നൽകിയത് വൻ സഹായം. നയാ പൈസ കേന്ദ്രം നൽകാത്തത് കേരളത്തോടുള്ള അവഗണനയെന്ന് ടി പി രാമകൃഷ്ണൻ. ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളത്തിന് 1ാം സ്ഥാനം. ഭക്ഷ്യസുരക്ഷാ പരിശോധനയിലും പരിശീലനങ്ങളിലും കേരളത്തിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി പുറത്തിറങ്ങി. അനുമതിയില്ലാതെ വിചാരണ കോടതി പരിധി വിട്ടു പോകരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത് തുടങ്ങി കർശന ഉപാധികളോടെയാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ പരാതിയിൽ ബംഗാളി നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി നൽകിയ നടിക്കെതിരെ പോക്സോ കേസ് നടപടി. ബന്ധു നൽകിയ പരാതിയിൽ അർജുന്റെ തെരച്ചിലിനായി ഡ്രഡ്ജർ ഷിരൂരിൽ. തെരച്ചിൽ നാളെ ആരംഭിക്കും. മണ്ണ് നീക്കുന്നതിന് മുൻപ് മുങ്ങി പരിശോധന നടത്താൻ അനുവദിക്കണമെന്ന് ഈശ്വർ മാൽപേ. ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് 308 റൺസിന്റെ ലീഡ്. 400 വിക്കറ്റ് നേട്ടവുമായി ജസ്പ്രീത് ബുംറ. കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഓണക്കോടി സമ്മാനിച്ച് എന്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റ്. സാരിയും ഷർട്ടും മുണ്ടും ഉൾപ്പെടെ 150ഓളം പേർക്കാണ് ഓണക്കോടി വിതരണം നടത്തിയത്. ട്രസ്റ്റിന്റെ സേവനം മാതൃകാപരമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ADGP MR അജിത് കുമാറിനും സുജിത് ദാസിനുമെതിരെ വിജിലൻസ് അന്വേഷണം. ഇത് പ്രഖ്യാപിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങി. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നൽകിയ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഉത്തരവ്. തിരുവനന്തപുരം ഇടുക്കുംതല CPM ബ്രാഞ്ച് അംഗവും സാംസ്കാരിക സമിതി ലൈബ്രറി സജീവ പ്രവർത്തകനും കൈരളി TV അസിസ്റ്റന്റ് ക്യാമറാമാനുമായിരുന്ന അച്യുതനുണ്ണിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അച്യുതനുണ്ണി പുരസ്കാരം കൈരളി TV ക്യാമറ പേഴ്സൺ A ഷാജിലയ്ക്ക്. ഛായാഗ്രഹണ മേഖലയിലെ മികവിനാണ് പുരസ്കാരം. കാസർഗോഡ് ഉപ്പളയിൽ 3.5 കോടിയോളം രൂപ വില വരുന്ന മയക്കുമരുന്ന് പിടികൂടി. വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 2 കിലോയോളം MDMA പിടികൂടി. 2 പേർ കസ്റ്റഡിയിൽ. ഊഞ്ഞാലാടുന്നതിനിടെ വീടിന്റെ പില്ലർ ഇടിഞ്ഞു വീണ് 4 വയസ്സുകാരന് ദാരുണാന്ത്യം. തിരുവനന്തപുരം ത്രേസ്യാപുരം സ്വദേശി റിച്ചുവാണ് മരിച്ചത്. രാജേഷ് ചിഞ്ചു ദമ്പതികളുടെ മകനാണ്. കോഴിക്കോട് ബീച്ചിന് സമീപം കണ്ണമ്പറമ്പ് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അബ്ദു TV ആണ് മരിച്ചത്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു.
കുപ്രസിദ്ധ മോഷ്ടാവ് കോഴിക്കോട് കൊളത്തറ സ്വദേശി ജിത്തു എന്ന അപ്പൂട്ടനെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 18 മോഷണ കേസുകളിൽ പ്രതിയാണ് ജിത്തു. പെരിയാറിൽ കുളിക്കാനിറങ്ങിയ 19-കാരൻ മുങ്ങി മരിച്ചു. ഓണംപള്ളി എട്ടിയാട്ടിര വീട്ടിൽ അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് അൽഫാസ് ആണ് മരിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ഒക്കൽ എടവൂരിലാണ് സംഭവം. കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ അൽഫാസ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. വയനാട് കൽപ്പറ്റ ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലെ കുറിച്യാർമല എസ്റ്റേറ്റിൽ അനധികൃത മരം മുറി. അനധികൃതമായി മുറിച്ച ആഫ്രിക്കൻ ചോല ഇനത്തിൽപ്പെട്ട തടിക്കഷ്ണങ്ങളും കടത്താൻ ഉപയോഗിച്ച വാഹനവും കൽപ്പറ്റ സെഷൻ ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റ റേഞ്ചിൽ കേസ് രജിസ്റ്റർ ചെയ്തു. കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത വ്യാപനം പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗം സ്ഥിരീകരിച്ചത് ഇതുവരെ 200-ലധികം പേർക്ക്. രോഗ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പത്തനംതിട്ടയിൽ കാട്ടാനക്കൂട്ടം. കോന്നി കല്ലേലി ചെക്ക് പോസ്റ്റിന് സമീപം കൊക്കോത്തോട് റോഡിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. കല്ലേലി എസ്റ്റേറ്റിലെ ഗേറ്റ് ഉൾപ്പെടെ കാട്ടാനക്കൂട്ടം തകർത്തു. കോഴിക്കോട് കടിയങ്ങാട് മുതുവണ്ണാച്ചിയിൽ കണ്ടത് കാട്ടുപൂച്ചയെന്ന സ്ഥിരീകരണം. കാൽപ്പാടുകൾ വനം വകുപ്പ് അധികൃതർ പരിശോധിച്ചു. ഇന്നലെ വൈകിട്ടാണ് പ്രദേശത്തെ കുട്ടികൾ ജീവിയെ കണ്ടത്. പാലക്കാട് ചിറ്റൂരിൽ വാഹനാപകടത്തിൽ ഒരു മരണം. കല്യാണപ്പേട്ട സ്വദേശി ഗോപിനാഥാണ് മരിച്ചത്. പാൽ കൊണ്ടുപോകുന്ന വണ്ടിയും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ആലപ്പുഴ തലവടിക്ക് സമീപം വീടിന് തീയിട്ട ശേഷം ഗൃഹനാഥൻ തൂങ്ങി മരിച്ചു. കിടപ്പ് രോഗിയായ ഭാര്യ ഗുരുതരമായി പൊള്ളലേറ്റ അവസ്ഥയിൽ ആശുപത്രിയിൽ. മകൻ ഉണ്ണികൃഷ്ണനും പൊള്ളലേറ്റു. മരിച്ചത് തലവടി സ്വദേശി ശ്രീധരൻ. പൊള്ളലേറ്റ് ഭാര്യയും മകനും വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. പാലക്കാട് ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ പട്ടയമേള നടത്തി. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് ലക്ഷ്യത്തോടെ എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് പട്ടയമേളകൾ നടന്നത്. റവന്യൂ മന്ത്രി കെ രാജൻ പട്ടയമേളകൾ ഉദ്ഘാടനം ചെയ്തു. പ്രസവത്തിൽ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കും ആശുപത്രി അധികൃതർക്കുമെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് മരിച്ച യുവതിയുടെ കുടുംബാംഗങ്ങൾ. ഡിഎംഒയുടെ അധ്യക്ഷതയിൽ മെഡിക്കൽ ബോർഡ് രൂപീകരണമെന്നും ആശുപത്രിയിലേക്ക് ബഹുജന പ്രക്ഷോഭം നടത്തുമെന്നും കുടുംബം. കേരളത്തിൽ ഇപ്പോൾ വ്യവസായത്തിന് പറ്റിയ അന്തരീക്ഷമാണെന്ന് നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ചെയർമാനുമായ MA യൂസഫ് അലി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചികയിൽ കേരളത്തിന്റെ നേട്ടം അതിന്റെ തെളിവാണെന്നും യൂസഫ് അലി. പാലക്കാട് എരിമയൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. KD പ്രസന്നൻ MLA, ജില്ലാ കളക്ടർ ചിത്ര തുടങ്ങിയവർ പങ്കെടുത്തു. നിർദ്ദിഷ്ട ഒറ്റപ്പാലം കോടതി സമുച്ചയ സ്ഥലത്തിന്റെ രേഖ കൈമാറി. കോടതി വളപ്പിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജനാണ് അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLAക്ക് രേഖ കൈമാറിയത്. തിരുവോണം ബമ്പർ വിൽപ്പന 37 ലക്ഷത്തിലേക്ക്. പാലക്കാട് ജില്ലയാണ് വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത്. അടുത്ത മാസം 9-നാണ് ടിക്കറ്റിന്റെ നറുക്കെടുപ്പ്. മാറനല്ലൂരിൽ 7 വയസ്സുള്ള കുട്ടി സെപ്റ്റിക് ടാങ്കിൽ വീണു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ സെപ്റ്റിക് ടാങ്കിലാണ് വീണത്. അഗ്നിശമന സേന എത്തി കുട്ടിയെ രക്ഷപ്പെടുത്തി.
20 ലക്ഷത്തിന്റെ ഹെറോയിനുമായി 3 അസംകാർ പിടിയിൽ. സോപ്പ് പെട്ടികളിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്നു. അസം സ്വദേശികളായ നൌഗാവ്, അബു മുജാക്കിർ ഹുസൈൻ എന്നിവരെയാണ് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും കാലടി പോലീസും ചേർന്ന് പിടികൂടിയത്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കൂടിക്കിടക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പൊതുസ്ഥലങ്ങളും ജലാശയങ്ങളും മലിനമാക്കുന്നവർക്കെതിരെ പരാതി നൽകുവാനും വാട്സ്ആപ്പ് നമ്പർ. ഇനി മുതൽ പരാതികൾ തെളിവുകൾ സഹിതം 9446700800 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കാം. സിവിൽ സർവീസ് പരിശീലനത്തിനായി സൗകര്യമൊരുക്കിയ അന്നമട പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച EMS ഹാളാണ് പരിശീലന കേന്ദ്രമാക്കി മാറ്റിയത്. ന്യൂനപക്ഷ യുവജനങ്ങൾക്ക് 1 ലക്ഷം തൊഴിലവസരങ്ങൾ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് കൽപ്പറ്റയിൽ നടന്നു. ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദ് അധ്യക്ഷനായി. പന്തിരിക്കരയ്ക്കടുത്ത് പുതിയോട്ടും കരയിൽ തെരുവു നായ്ക്കൾ 3 ആടുകളെ കടിച്ചുകൊന്നു. സൂപ്പിയുടെ കറവയുള്ള ആടിനെയും 2 ആട്ടിൻകുട്ടികളെയുമാണ് നായ്ക്കൾ കൂട്ടിൽ കയറി കടിച്ചുകൊന്നത്. ചെന്നൈയിൽ സ്ത്രീയുടെ മൃതദേഹം കഷ്ണങ്ങളാക്കിയ സൂട്ട്കേസിൽ നിന്ന് കണ്ടെത്തി. ബാഗിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. കേസിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. രാഹുൽ ഗാന്ധിക്കെതിരായ വിവാദ പരാമർശത്തിൽ കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടുവിനെതിരെ കേസെടുത്തു. കർണാടക കോൺഗ്രസ് നൽകിയ പരാതിയിൽ ബംഗളൂരുവിലെ ഹൈഗ്രൗണ്ട്സ് പോലീസാണ് കേസെടുത്തത്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രിയുടെ മറുപടി. ഉദയനിധി സ്റ്റാലിനെ ഉടൻ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ട്. തമിഴ്നാട് മന്ത്രി തമോ അംബരീഷനാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. നാളെയോ 7-10 ദിവസത്തിനുള്ളിലോ പ്രഖ്യാപനമുണ്ടാകുമെന്നും DMK നേതാവ്. ഉത്തർപ്രദേശിൽ റെയിൽ പാളത്തിന് കുറുകെ വെച്ച നിലയിൽ 6 മീറ്റർ നീളമുള്ള ഇരുമ്പ് തൂൺ കണ്ടെത്തി. ബിലാസ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനും രുദ്രപൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനും ഇടയിലാണ് ഇരുമ്പ് തൂൺ കണ്ടെത്തിയത്. അട്ടിമറി സംശയമെന്ന നിഗമനം. സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് കരകയറാനാവാതെ US കോടതി. പാപ്പരത്തെ സംരക്ഷണത്തിനായി ഹർജി ഫയൽ ചെയ്ത് വിഖ്യാത ഫുഡ് സ്റ്റോറേജ് ഹോംവെയർ നിർമ്മാതാക്കളായ ടപ്പർവെയർ. വിക്ടോറിയ രാജ്ഞിയുടെ വിശ്രമ കേന്ദ്രമെന്നറിയപ്പെടുന്ന ഇറ്റലിയിലെ വില്ല പൽമെരിയേരി വിൽപ്പനയ്ക്ക്. വില വിൽപ്പനയ്ക്കെത്തിയിരിക്കുന്നത് 460 കോടി രൂപയ്ക്ക്. ഡ്രീമർ റിയൽ എസ്റ്റേറ്റ് എന്ന കമ്പനിയാണ് വിൽപ്പന കൈകാര്യം ചെയ്യുന്നത്. സൂപ്പർ ലാർജ് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതായി ഉത്തര കൊറിയ. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ മേൽനോട്ടത്തിലാണ് പരീക്ഷണം നടത്തിയത്. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റഡി പെർമിറ്റിന്റെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ നടപടി തുടങ്ങി കാനഡ. രാജ്യത്ത് താൽക്കാലികമായി താമസിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. തീരുമാനം കൂടുതൽ പേർക്ക് വില്ലനാവുമെന്ന് റിപ്പോർട്ട്. പലസ്തീനെ പിന്തുണച്ചുള്ള UN പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് വീണ്ടും വിട്ടുനിന്ന ഇന്ത്യ. ഇസ്രയേൽ 1 വർഷത്തിനകം പലസ്തീനിലെ അധിനിവേശ പ്രദേശങ്ങൾ ഒഴിയണമെന്ന പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്നാണ് ഇന്ത്യ വിട്ടുനിന്നത്. 124 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. ഇന്ത്യ അടക്കം 42 രാജ്യങ്ങൾ വിട്ടുനിന്നു.
ജമ്മു കശ്മീരിലെ ആർട്ടിക്കിൾ 370-ൽ പാകിസ്ഥാനും കോൺഗ്രസ് സഖ്യത്തിനും ഒരേ നിലപാടെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ്. ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം വിജയിക്കാനാണ് സാധ്യതയെന്ന് ഖവാജ ആസിഫ്. ഇന്ത്യയിലേക്കുള്ള സർവീസിന്റെ 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 20% വരെ നിരക്കുകളവുകൾ പ്രഖ്യാപിച്ച് ഇത്തിഹാദ് എയർവേസ്. ഒക്ടോബർ 1 മുതൽ 2025 മാർച്ച് 15 വരെയുള്ള യാത്രയ്ക്കായി ഇന്നു മുതൽ 21% വരെയാണ് വിൽപ്പന നടക്കുക. വലിയ തിരിച്ചടി നേരിട്ടുവെന്നും പേജർ ആക്രമണത്തോടെ ഇസ്രയേൽ അവരുടെ സകല സീമകളും ലംഘിച്ചുവെന്നും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല. ഇസ്രയേൽ നടപടി യുദ്ധപ്രഖ്യാപനമാണെന്നും തിരിച്ചെടുക്കണമെന്നും നസ്രല്ല മുന്നറിയിപ്പ് നൽകി. സൗദി അറേബ്യൻ സ്വദേശി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് സംബന്ധിച്ച അന്തിമവാദം ഒക്ടോബർ 17-ന്. ദിയാധനം സ്വീകരിച്ച് സൗദി കുടുംബം മാപ്പ് നൽകിയതിനെ തുടർന്ന് റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയിരുന്നു. റിയാദ് കേളി കലാ സാംസ്കാരിക വേദി മലാസ് ഏരിയ മലാസ് യൂണിറ്റ് അംഗം സാംകുട്ടിക്ക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് റനീസ് കരുനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റിന്റെ ഉപഹാരം യൂണിറ്റ് സെക്രട്ടറി സമീർ കൊല്ലം സാംകുട്ടിക്ക് കൈമാറി. കുവൈറ്റിൽ ഓണാഘോഷങ്ങളുടെ ഭാഗമായി വടംവലി മത്സരം സംഘടിപ്പിച്ചു. ലുലു കുവൈറ്റ് മാനേജ്മെന്റ് സംഘടിപ്പിച്ച വടംവലി മത്സരത്തിൽ ഫ്രണ്ട്സ് ഓഫ് കുവൈറ്റ് ചാമ്പ്യന്മാരായി. കുവൈറ്റിലെ ഗ്രാൻഡ് ഹൈപ്പറിന്റെ 2 ഔട്ട്ലെറ്റുകൾ കൂടി പ്രവർത്തനം ആരംഭിച്ചു. 42ാമത് ഔട്ട്ലെറ്റ് ഫഹയിലും 43ാമത് ഔട്ട്ലെറ്റ് മംഗഫിലുമാണ് ആരംഭിച്ചത്. ജാസിം മുഹമ്മദ് ഖമീസ് പുതിയ ഔട്ട്ലെറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.